ആ ടീമേ കനകമലയിൽ നിങ്ങൾ പോട്ടണ്ട, നമുക്കൊന്ന് പോയാലോ? ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നാലോ? പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നാലോ? ചാലക്കുടിക്കപ്പുറം കൊടകര ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇന്ന് പോയായിരുന്നു. അപ്പം അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പോയത്. അപ്പം ഇത് നമ്മുടെ മലയാറ്റൂർ പോലെയുള്ളൊരു സംഭവമൊന്നുമല്ല, ചെറിയതായിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അവിടെ വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ മാത്രം 11 മണി വരെ ഉണ്ടാ ഇതിൻ്റെ കേരള അനുമതിയുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയായിരുന്നു. 11 മണിക്കുള്ളിലായിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നേക്കണം. അതാണ് ആ ഒരു ഇതിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. ബാക്കിയുള്ള ദിവസം 10 മണി വരെ ഉള്ളൂ. വെള്ളി, ശനി, ഞായർ മാത്രം 11 മണി വരെയാണ് അവിടെ നിന്ന് കയറാനുള്ള ഒരു അനുമതിയുള്ളത്. പിന്നെ അവസാനമാണ് എനിക്ക് നല്ലൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് വീഡിയോ ഒന്നും കാണണ്ട. പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് വീഡിയോ കാണുന്നത് നല്ലതാണ് കേട്ടോ. അധികം ഇതൊന്നും ലെങ്ത്തില്ല, ചെറിയൊരു ലെങ്ത്തേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മാക്സിമം ആൾക്കാർ ശ്രമിക്കാം. ഈ നമ്മുടെ മലയാറ്റൂരിൻ്റെ അത്രയും ലെങ്ത്തില്ല, കനകവലൊക്കെ അത്രയും ലെങ്ത്തൊന്നുമില്ല. അപ്പോൾ ഒരു 1.5 കിലോമീറ്റർ അടുത്തോളം ലെങ്ത്തുള്ളൂ. പിന്നെ ഹാർഡാണ്. എന്തായാലും നമ്മുടെ മലയാറ്റൂർ പോലെയല്ല, ഇതിലൂടെ ഹാർഡാണ്. നല്ലോണം കുറച്ച് കയറുമ്പോൾ തന്നെ നല്ല നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി മലയൊക്കെ ചവിട്ടി കയറുന്ന ഒരു നല്ലൊരു ഹാർഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പോയത്. നല്ല ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. നല്ല സ്ട്രെയിറ്റായിട്ട് കുത്തനെ കിടക്കുകയാണ് കേട്ടോ, കുത്തനെ കിടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു 1.5 കിലോമീറ്റർ ഏകദേശം ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങളുടെ നേരെ സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. അപ്പം സിസ്റ്റർ വീണൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അത് അപ്ലോഡ് ചെയ്യണത് ശരിയല്ലല്ലോ. എല്ലാവരുടെയും കയ്യിൽ വടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. അവിടെ വടിയും കാര്യങ്ങളൊക്കെ താഴ്ത്ത് വിൽപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം വടിയും കുത്തിപ്പിടിച്ചാണ് എല്ലാവരും പോണത്. 1-ാം സ്ഥലം 2-ാം സ്ഥലം ഒന്നും ഞങ്ങൾ എടുത്തില്ല. കാരണം എന്നുണ്ടെങ്കിൽ ഇത് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് ഇതായി പോവും. പിന്നെ അവിടെ തിരികെത്തിക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് അറിയാനും പറ്റില്ല. നമ്മുടെ മലയാറ്റൂർ പോലെ തിരികെത്തിക്കാനുള്ള ഓപ്ഷനൊന്നും ഇവിടെ ഇല്ല. താഴത്ത് മുകളിലും മാത്രമേ തിരികെത്തിക്കാനുള്ള ഇതൊക്കെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുമില്ല. നമ്മിങ്ങനെ കയറി പോണ പോക്കിന് തന്നെ നമ്മിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ മുകളിലെത്തിയിട്ടാണ് ചെറുതായിട്ടുള്ള മുകളിലെ കാഴ്ചയൊക്കെ ഞാൻ കാണിക്കുന്നത്. കുരിശുമുടിയിലേക്ക് ഏവർക്കും സ്വാഗതം. സന്ദർശകർ ഭക്തി ആദരപൂർവ്വം ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാനനപാതയിൽ മെഴുകുതിരി കത്തിക്കുവാൻ പാടുള്ളതല്ല. അടച്ചു എന്ന് ഉറപ്പുവരുത്തുക. മലയാറ്റൂരൊക്കെ തന്നെയാണ് മുകളിലുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ. കുരിശുമുടിയിൽ കൊണ്ടുവരുന്നതും ഉപയോഗിക്കുന്നതും കർശനമായി എന്തായാലും പോയാൽ മലയാറ്റൂരിൻ്റെ ആ ഒരു എഫക്റ്റ് തന്നെ വരും. എങ്കിലും കുറച്ച് അങ്ങനെയൊക്കെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. പുറത്തേക്ക് ഇങ്ങനെ നോക്കും. നമ്മുടെ താഴത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. എങ്കിലും നമ്മൾ അത്രയും ലെങ്ത്തിൽ നിന്ന് കാണാനുള്ള മുകളിലായ ഒരു ചെറിയൊരു കട ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. കട പോലെയുള്ള മുകളിലത്തെ ഉണ്ട് ഇത്. അപ്പം അവിടെ നമുക്ക് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും. താഴ്ത്തിറങ്ങി കഴിഞ്ഞാൽ കല്ലുണ്ട്. അതൊന്നൊരു ഹൈലൈറ്റ്.
വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കുറച്ച് മതി.